Hi friends, November 4 നടക്കുന്ന സർവേ ഗ്രേഡ് 2നെയും Tradesman-Survey ടെക്നിക്കൽ എഡ്യൂക്കേഷനെയും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മെൻസുറേഷനിലെ കുറച്ച് ടോപ്പിക്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോളിഗൺ ആണ്. പോളിഗൺ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കും. അതിന്റെ എഡ്ജസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കും. സിംപ്ലസ്റ്റ് പോളിഗൺ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. സിംപ്ലസ്റ്റ് പോളിഗൺ എന്ന് പറയുന്നത് 3 സൈഡുള്ള ഒരു പോളിഗണിനെ നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയും. അടുത്ത 4 സൈഡുള്ള ഒരു പോളിഗൺ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. 5 സൈഡുള്ള പോളിഗണിനെ നമ്മൾ പറയുന്നത് പെന്റാഗൺ എന്നാണ് പറയുന്നത്. ഇനി 6 സൈഡുള്ള പോളിഗണിനെ ഹെക്സഗൺ എന്ന് പറയും. 7 സൈഡുള്ളതിനെ ഹെപ്റ്റഗൺ എന്ന് പറയും. 8 സൈഡുള്ളതിനെ ഒക്ടഗൺ എന്ന് പറയും. 9 സൈഡിനുള്ളതിനെ നാനോഗൺ എന്ന് പറയും. 10 സൈഡുള്ളതിനെ ഡെക്കാഗൺ എന്ന് പറയും. 11 സൈഡ്സ് ഉള്ളതിനെ ഹെൻ ഡെക്കാഗൺ എന്ന് പറയും. ഇനി 12 സൈഡ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ഡു ഡെക്കാഗൺ എന്ന് പറയും. അപ്പോൾ ഇതിന്റെ പേരൊന്ന് പഠിച്ചു വെക്കുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചിലപ്പോഴൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എല്ലാവർക്കും അറിയാം. അതിലെന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എല്ലാ ആംഗിൾസും 60 ഡിഗ്രിയിലായിരിക്കും. ഇനി പെരിമീറ്റർ എന്ന് പറയുന്നത് 3a ആണ്. ഏരിയ എന്ന് പറയുന്നത് √3/4a² ആയിരിക്കും. ഇനി ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. പിന്നെ അതിന്റെ ബേസ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതാണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ½ ആയിരിക്കും. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് സ്കെയിലിയൻ ട്രയാങ്കിൾ ആണ്. സ്കെയിലിയൻ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൽ അൺഈക്വൽ സൈഡ്സും ആംഗിൾസും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ 3 സൈഡ്സും 3 ആംഗിൾസും ഡിഫറെന്റ് ആയിരിക്കും. ഇനി അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് <90 ഡിഗ്രി ആയിരിക്കും അതിന്റെ ആംഗിൾസ് എന്ന് പറയുന്നത്. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ ആംഗിൾസ് എന്ന് പറയുന്നത് >90 ഡിഗ്രി ആയിരിക്കും. ഇപ്പോ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ ഓരോ സൈഡിന്റെയും ലെങ്ത് ഡിഫറെന്റ് ആണ്. എ ബി സി എന്ന് പറഞ്ഞ് ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് √S × S - A × S - B × S - C എന്നുള്ള ഈ ഒരു ഫോർമുല. അവിടെ എസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആ 3 സൈഡ്സിന്റെയും സം ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എസ് വാല്യൂ കിട്ടും. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് രണ്ട് സൈഡ്സ് ഉണ്ട്, അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിളും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കും എന്നാണ്. ഇപ്പൊ രണ്ട് സൈഡ്സും തന്നിട്ടുണ്ട്, ഒരു ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഏരിയ = ½ × AB sin θ വെച്ചിട്ടാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2 × L + B ആണ്. ഏരിയ എന്ന് പറയുന്നത് L × B ആയിരിക്കും. അപ്പോൾ ഇതിന്റെ എല്ലാം ഏരിയ കണ്ടുപിടിക്കാനും പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി സ്ക്വയർ എന്ന് പറയുമ്പോൾ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 4a ആണ്. ഏരിയ എന്ന് പറയുന്നത് a² ആണ്. കാരണം അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇനി ഡയഗണൽ ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് d = √2a ആയിരിക്കും. ഇനി പാരലോഗ്രാം ആണെന്നെങ്കിൽ രണ്ട് സൈഡ്സ് പാരലൽ ആയിരിക്കും, പാരലലും ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിന് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് b × h ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്നത് ട്രപ്പീസിയം അല്ലെങ്കിൽ ട്രപ്പിസോയിഡ്. അതിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് h/2 × a + b ആയിരിക്കും. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് റെഗുലർ പോളിഗൺ ആണ്. റെഗുലർ പോളിഗണിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ½ × പെരിമീറ്റർ × അപ്വർത്ത് ആയിരിക്കും. ഇനി റോംബസ് ആണെന്നുണ്ടെങ്കിൽ ഏരിയ = ½ × d1 × d2. അതിൽ d1 d2 എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽസിന്റെ ലെങ്ത് ആണ്. ഇനി അടുത്ത സർക്കിൾ എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2r ആയിരിക്കും. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് 2πr ആയിരിക്കും. ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് πr². ഇപ്പൊ ഏരിയ ഓഫ് എ സെക്ടർ ആണെന്നുണ്ടെങ്കിൽ ½ r² × θ. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് പിരമിഡ് ആണ്. പിരമിഡിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിളിന് ഈക്വൽ ആയിരിക്കും. അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ ആണ് ഒരു പിരമിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അതിന്റെ വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് 1/3 × ബേസ് ഏരിയ × ഏരിയ ഓഫ് പിരമിഡ് ആണ്. ഇനി അത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡ് ആണ്. സ്ക്വയർ പിരമിഡ് ആണെന്നുണ്ടെങ്കിൽ ഏരിയ = ½ × a × L ആയിരിക്കും. അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 × a × L ആയിരിക്കും. ടോട്ടൽ സർഫസ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ a² +
2AL ആയിരിക്കും. ഇനി വോളിയം ആണെന്നുണ്ടെങ്കിൽ 1/3A²H ആയിരിക്കും. നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് ഫ്രസ്റ്റം ഓഫ് കോൺ ആണ്. ഫ്രസ്റ്റം ഓഫ് കോണിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ ഇൻറ്റു എൽ ആയിരിക്കും. ഇനി ടോട്ടൽ സർഫസ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ ക്യാപിറ്റൽ സ്ക്വയർ പ്ലസ് പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ ഇൻറ്റു എൽ ആയിരിക്കും. ഇനി അടുത്ത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വോളിയം ആണ്. വോളിയം എന്ന് പറയുന്നത് 1/3 ഇൻറ്റു പൈ എച്ച് ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് സ്മോൾ ആർ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. അടുത്ത നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രസ്റ്റം ഓഫ് പിരമിഡ് ആണ്. അതിന്റെ വോളിയം എന്ന് പറയുന്നത് 1/3 ഇൻറ്റു എച്ച് ഇൻറ്റു ക്യാപിറ്റൽ എ പ്ലസ് സ്മോൾ എ പ്ലസ് റൂട്ട് ക്യാപിറ്റൽ എ സ്മോൾ എ. അതിൽ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ആയിരിക്കും. ഇനി സ്മോൾ എ എന്ന് പറയുന്നത് ടോപ്പ് ഏരിയ ആയിരിക്കും. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ബോട്ടം ഏരിയ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3D ഷേപ്സിന്റെ കർവ്ഡ് സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയും പിന്നെ അതിന്റെ വോളിയവും ആണ് പഠിക്കാൻ പോകുന്നത്. അത് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്യൂബാണ്. ക്യൂബ് ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും എക്സാംസിന് അതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൈസ്, ഐസ്ക്രീം ക്യൂബ്സ് ഒക്കെ നമുക്ക് ക്യൂബിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4A² ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6A² ആണ്. വോളിയം എന്ന് പറയുന്നത് A³ ആണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യൂബോയിഡ് ആണ്. ക്യൂബോയിഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാച്ച് ബോക്സ് നമുക്ക് ക്യൂബോയിഡിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 ഇൻറ്റു BH പ്ലസ് LH ആയിരിക്കും. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH ആയിരിക്കും. വോളിയം എന്ന് പറയുന്നത് LBH ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ഫിയർ ആണ്. സ്ഫിയറിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോൾ പറയാം. അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആയിരിക്കും. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നതും 4πr² ആയിരിക്കും. ഇനി വോളിയം എന്ന് പറയുന്നത് 4/3πr³ ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 2πr² ആയിരിക്കും. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 3πr² ആയിരിക്കും. വോളിയം എന്ന് പറയുന്നത് 2/3πr³ ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിലിണ്ടർ ആണ്. സിലിണ്ടർ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈപ്പിന് പറയാം നമുക്ക്. അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πrH ആയിരിക്കും. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr ഇൻറ്റു ആർ പ്ലസ് എച്ച് ആയിരിക്കും. വോളിയം എന്ന് പറയുന്നത് πr²H ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോണാണ്. കോണ് പറയുകയാണെങ്കിൽ ഐസ്ക്രീം കോണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് πrL ആയിരിക്കും. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് πr ഇൻറ്റു ആർ പ്ലസ് എൽ ആയിരിക്കും. ഇനി വോളിയം എന്ന് പറയുന്നത് 1/3πr²H ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 2D ഷേപ്സിന്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കേണ്ട ഫോർമുലാസ് ആണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന്റെ എല്ലാ ഇക്വേഷൻസും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇനി ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്വയറിന്റെ ഏരിയ ആണ്. സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് A² ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 4A ആണ്. റെക്ടാങ്കിളിന്റെ കേസ് വരുമ്പോൾ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് L ഇൻറ്റു B ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു L പ്ലസ് B ആയിരിക്കും. ഇനി സർക്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കെയിലിയൻ ട്രയാങ്കിൾ ആണ്. സ്കെയിലിയൻ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ 3 സൈഡ്സും ഡിഫറെൻ്റ് ആയിരിക്കും, 3 ആംഗിൾസും ഡിഫറെൻ്റ് ആയിരിക്കും. അതിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. ഇവിടെ S എന്ന് പറയുന്നത് A പ്ലസ് B പ്ലസ് C/2 ആയിരിക്കും. ഇനി അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് A പ്ലസ് B പ്ലസ് C ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് ആംഗിൾസ് സെയിം ആയിരിക്കും, അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സും സെയിം ആയിരിക്കും. അതിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ½ ആണ്. അതിന്റെ പെരിമീറ്റർ എന്ന് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് 2A പ്ലസ് B ആയിരിക്കും. ഈ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ ആംഗിൾസ് 60 ഡിഗ്രി ആയിരിക്കും. 3 ആംഗിൾസും സെയിം ആയിരിക്കും, അതുപോലെ 3 സൈഡ്സും സെയിം ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് √3/4 ഇൻറ്റു A² ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 3A ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അതിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ½ ആയിരിക്കും. അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ബേസ് പ്ലസ് ഹൈപ്പോട്ടനസ് പ്ലസ് ഹൈറ്റ് ആയിരിക്കും. നമുക്കറിയാം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റോംബസ് ആണ്. റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ½ ഇൻറ്റു D1 D2 ആയിരിക്കും. അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് 4 ഇൻറ്റു സൈഡ്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാരലോഗ്രാം ആണ്. പാരലോഗ്രാം എന്ന് പറയുമ്പോൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത്
ബി ഇൻറ്റു എച്ച് ആയിരിക്കും. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ബി ഇൻറ്റു എൽ പ്ലസ് ബി ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രപ്പീസിയം ആണ്. ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് സി ആയിരിക്കും. അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആയിരിക്കും. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യാം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.